വിമല ഹൃദയ പ്രതിഷ്ഠ മൂന്നാം ദിവസം. പരിശുദ്ധ കന്യകാമറിയം നൽകുന്ന സന്ദേശം. എൻ്റെ ഏറ്റവും പ്രിയമുള്ള കുഞ്ഞുങ്ങളെ, എന്നോടുള്ള നിങ്ങളുടെ സമർപ്പണം വിശേഷവിധിയായി പുതുക്കുക. ഈ ദിവസം എൻ്റെ എല്ലാ മക്കളും എന്നോട് ഗാഢമായി ബന്ധപ്പെട്ട് നിലകൊള്ളണം. നിങ്ങൾ എൻ്റെ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കപ്പെട്ടവരായി ഒന്നാകുക. ഞാൻ നിങ്ങൾക്കായി ഒരുക്കി വച്ചിരിക്കുന്ന വരപ്രസാദ വിഭവങ്ങൾ എത്ര അധികമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുകയില്ല. എൻ്റെ മാതൃകരങ്ങളിൽ നിങ്ങളെ കോരിയെടുത്ത് സ്വർഗസ്ഥനായ പിതാവിനെ സമർപ്പിക്കുവാൻ ഞാൻ വെമ്പൽ കൊള്ളുകയാണ്. എൻ്റെ ഈശോയ്ക്ക് ഞാൻ നിങ്ങളെ സമർപ്പിക്കും. അവനാണല്ലോ നിങ്ങളുടെ സ്വർഗത്തിലേക്കുള്ള വഴിയും സത്യവും ജീവനും. വഞ്ചനയും തിന്മയും സ്വാധീനിക്കുന്ന ഈ ലോകത്തിലേക്ക് നിറസാന്നിധ്യമായാണ് ഞാൻ എത്തുക. സുവിശേഷം നൽകുന്ന അറിവിൻ്റെ പൂർണ്ണതയിലേക്ക് നിങ്ങളെ നയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ നിങ്ങളുടെ ജീവിതം നിങ്ങൾ തന്നെ ക്രമപ്പെടുത്തണം. സ്വർഗകിരീടം നിങ്ങൾ സ്വന്തമാക്കണം. എൻ്റെ കുഞ്ഞേ, ഞാൻ മുന്നറിയിപ്പ് തരുന്നു. ലോകം ഇരുട്ടിന് കീഴടങ്ങാൻ പോവുകയാണ്. വലിയ ദുരിതമാണ് അപ്പോൾ ഉണ്ടാകുവാൻ പോകുന്നത്. വസ്ത്രത്തിലെ ഇഴകൾ പോലെ എൻ്റെ വിമല ഹൃദയത്തോട് ചേർന്നിരിക്കാൻ ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നു. എന്തെന്നാൽ ഇരുളിൻ്റെ ഇടയിൽ നിന്നെ നയിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യാൻ എന്നോട് ചേർന്നിരിക്കുക ആവശ്യമാണ്. സാത്താൻ നിങ്ങളെ കൊടുക്കുവാൻ തയ്യാറാകുന്ന തിന്മയുടെ കെണിയിൽ നിന്നും രക്ഷപ്പെടുക എത്ര ദുഷ്കരമാണെന്നും നിങ്ങൾക്കറിയില്ലേ? സാത്താൻ്റെ വശീകരണ തന്ത്രങ്ങൾ ആകർഷണീയവും തിരിച്ചറിയാൻ വിഷമകരവുമായിക്കൊണ്ടിരിക്കുന്നു. അവയിൽ നിന്നും രക്ഷപ്പെടണമെങ്കിൽ നിങ്ങളുടെയും എൻ്റെയും ഹൃദയങ്ങൾ ഒട്ടിച്ചേർന്നിരിക്കണം. അങ്ങനെ മാത്രമേ നിങ്ങൾ അപകടത്തിൽ നിന്നും രക്ഷ പ്രാപിക്കുകയുള്ളൂ. ഓരോ ദിവസവും കൂടുതൽ വ്യക്തമാകുന്ന ഒരു സത്യമാണിത്. എൻ്റെ കൈകളിൽ ഞാൻ വഹിക്കുന്ന എൻ്റെ ആടുകൾ ക്രിസ്തുവിൻ്റെ വികാരിയോട് പ്രതിബദ്ധതയുള്ളവരും ദിവികാരുണ്യത്തിൽ സന്നിഹിതനായിരിക്കുന്ന എൻ്റെ പുത്രനെ ആരാധിക്കുന്നവരും ആയിരിക്കും. എൻ്റെ വിമല ഹൃദയ പ്രതിഷ്ഠ വഴിയായി ഇവർ എല്ലാവരും എൻ്റെ പരിശുദ്ധ ഹൃദയത്തിൽ പൊതിഞ്ഞ് സംരക്ഷിക്കപ്പെടും. പരിശുദ്ധ ത്രിത്വത്തെ മഹത്വപ്പെടുത്തുവാൻ ഞാൻ നിങ്ങളെ വഴി നടത്താം. ഈ വഴി പോകുന്നത് എൻ്റെ ഹൃദയത്തിൻ്റെ വാതിലിലൂടെയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കും. അങ്ങനെ ദൈവീക പ്രഭയുടെ വെളിച്ചം നിങ്ങൾ വഹിക്കുകയും ചെയ്യും. നിങ്ങൾ വിതറാൻ പോകുന്ന ഈ വെളിച്ചം ലോകമെമ്പാടും എത്തിക്കഴിയുമ്പോൾ എൻ്റെ ഈ ദൗത്യം പൂർണ്ണമായി നിറവേറ്റപ്പെട്ടിരിക്കും. അപ്പോൾ എൻ്റെ ഈശോയുടെ തിരുഹൃദയ വാഴ്ച ആരംഭിക്കും. ഈശോയുടെ രാജ്യം വീണ്ടും നിലവിൽ വരികയും ചെയ്യും. നിങ്ങളുടെ എളിയ പരിശ്രമമാണ് ഈ മഹത്വത്തെ പ്രസരിപ്പിക്കുവാൻ പോകുന്നത്. നമ്മുടെ രണ്ട് ഹൃദയങ്ങളുടെ വിജയവും ലോകമെമ്പാടുമുള്ള പ്രഘോഷണങ്ങളും നിങ്ങളുടെ കൈകളിലാണ്. വഴികാട്ടി. വിശുദ്ധീകരണത്തിനുള്ള ഒരുക്കം പ്രാധാന്യമുള്ളതാണ്. അസാധാരണമായ വരപ്രസാദം ലഭിക്കണമെങ്കിൽ അത് സ്വീകരിക്കുവാനുള്ള കഴിവ് ആത്മാവിന് അത്യാവശ്യമാണ്. ഈ കഴിവ് ലഭിക്കുന്നത് ആത്മീയ വിശുദ്ധീകരണത്തിലൂടെയാണ്. മുന്നൊരുക്കമാണ് വിശുദ്ധീകരണം നടത്തുന്നത്. ദൈവത്തിൽ നിന്നും സ്വീകരിക്കുവാൻ പോകുന്ന വരദാനത്തിന് ആനുപാതികമായ ഒരുക്കവും നടന്നിരിക്കണം. സമർപ്പണം എന്നത് ആത്മീയമായ ഒത്തുചേരലാണ്. ഈശോയുമായുള്ള ഒന്നാകൽ മാതാവിൻ്റെ ഹൃദയത്തിലൂടെയാണ് സംഭവിക്കുന്നത്. ഇത് ഒരിക്കലും നിസ്സാരമായി പരിഗണിക്കരുത്. സമർപ്പണത്തിൽ വന്നു ചേർന്നിരിക്കുന്ന വരദാനത്തിന് യോജിച്ച ആഴമായ അവബോധം നമുക്കുണ്ടാകണം. നമ്മുടെ അമ്മ പറയുന്നു, ഒരു ആത്മാവ് ഒരുങ്ങിയിട്ടുണ്ടെങ്കിൽ മാത്രമേ ദൈവം തരുന്ന ഈ കൃപ അതിൻ്റെ പൂർണ്ണതയിൽ സ്വീകരിക്കാൻ സാധിക്കുകയുള്ളൂ. പ്രവൃത്തിപദം
ഒന്നാമതായി, പരിപൂർണതയിൽ എത്താൻ തീവ്രമായി ആഗ്രഹിക്കുക. വിശുദ്ധി ആർജിക്കുവാനുള്ള ഉപാധി ഇതുതന്നെ. വിമല ഹൃദയത്തോടുള്ള പ്രതിഷ്ഠ ആത്മാവിനെ പൂർണ്ണതയിലേക്ക് നയിക്കുന്നു. ഇപ്രകാരം നമ്മൾ പുണ്യത്തിൽ അഭിവൃദ്ധി തേടുന്നു. വിശുദ്ധിയുടെ ഔന്നത്യം ലക്ഷ്യമാക്കുക. സ്വന്തം പരിശ്രമത്താൽ ലക്ഷ്യത്തിലേക്ക് നോക്കി മുന്നേറുക. ലോകത്തിൻ്റെ ബന്ധനങ്ങളിൽ നിന്നുള്ള വിമുക്തിയാണ് നമ്മെ ഉയരങ്ങളിലേക്ക് വഹിക്കുന്ന ചിറകുകൾ. യഥാർത്ഥത്തിൽ നമ്മുടെ ആത്മാർത്ഥമായ ആഗ്രഹങ്ങളാണ് ഇപ്രകാരമുള്ള വിശുദ്ധിയുടെ കൊടുമുടിയിലേക്ക് പറന്നുയരുവാൻ നമ്മെ സഹായിക്കുന്നത്. ഈ ലോകത്തിന് നൽകാൻ കഴിയാത്ത സമാധാനം നമുക്കിവിടെ കണ്ടെത്താൻ സാധിക്കും. പ്രാർത്ഥന. പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ വിമല ഹൃദയമേ, ആത്മാവിന് പൂർണ്ണത ലഭിക്കുവാൻ എന്നെ സഹായിക്കണമേ. ദൈവം എന്നിൽ ചൊരിയാൻ ആഗ്രഹിക്കുന്ന അനന്തകൃപ അങ്ങനെ ഞാൻ സ്വീകരിക്കട്ടെ. എൻ്റെ ആത്മാവ് സ്വീകരിക്കുവാൻ പോകുന്ന അനന്തകൃപയ്ക്കായി ഞാൻ തയ്യാറെടുക്കട്ടെ. എനിക്കൊരു അർഹതയും ഇല്ലാതിരിക്കെ ദൈവം എനിക്ക് കൽപ്പിച്ചു നൽകുന്ന കൃപ സ്വീകരിക്കാൻ ആത്മാർത്ഥതയോടും എളിമയോടും വിശുദ്ധിയോടും കൂടെ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കട്ടെ. ആമേൻ.